സിനുജി, ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നു. എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ ചർച്ചയുടെ പിന്നാലെയാണ്. 4.5 വർഷം മുമ്പ് വന്ന റിപ്പോർട്ടാണെങ്കിൽ പോലും ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ പലരുടെയും കണ്ണീരിന്നലെ നമ്മളിത് പറഞ്ഞാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് അത് സെക്സ് ചോദിക്കുന്ന ആളുകളും വാതിൽ തട്ടി വിളിക്കുന്ന ആളുകളും ആരാണെന്നറിയാൻ മലയാളി കണ്ണും തുറന്ന് കാത്തിരിക്കുകയാണ്, ചെവിയൊക്കെ കുറിപ്പിച്ചിരിക്കുകയാണ്. വയനാടൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതിയിൽ ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ്, കളി ചോദിക്കലും കൊടുക്കലും, ഇത് ഈ സിനിമാ മേഖലയിൽ മാത്രമാണോ ഉള്ളത്? മറ്റുള്ള മേഖലകളിലും അതില്ലേ? അല്ല, സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ചൂഷണമുണ്ട്. ഇപ്പം നമ്മൾ മലയാളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമാ മേഖല എന്ന് പറയുന്നത് ഭയങ്കര പുഴുക്കുത്തുകളുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലെ കൂടാരമാണെന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ സിനിമാ മേഖലയിലും പ്രശ്നങ്ങളുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ ഒരു മാഫിയവൽക്കരണമോ അല്ലെങ്കിൽ അവിടെ ഒരു കൂട്ടം ആളുകളുടെ നിയന്ത്രണം ഒന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ഇരിക്കുന്ന ഒരു കസേര ഒരുപാട് ഉയരത്തിലാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന സിനിമാ മേഖലയുടെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. അപ്പോൾ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തിലകൻ്റെ മകൾ ഒരു വെളിപ്പെടുത്തൽ നടത്തി. തിലകൻ്റെ മകളുടെ അടുത്തേക്ക് അത്തരത്തിലൊരു അപ്രോച്ച് ഒരാൾ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഇതിൽ ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന തിലകൻ എന്ന നടൻ, ഷമ്മി തിലകൻ എന്ന് പറയുന്ന മറ്റൊരു നടൻ, ഇവരുടെയൊക്കെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ പെരുമാറും. അപ്പോൾ പെരുമാറുമെന്നാണ് പറയുന്നത്, അല്ല ഒരു സ്ത്രീ വന്നിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറി, എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി എന്ന് നുണ പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. അല്ല, തിലകൻ സിനിമാ നടനാണ്, പല സിനിമാ നടിമാരോട് പെരുമാറാമെങ്കിലും നടൻ്റെ മകളോടും പെരുമാറുന്നതിനകത്ത് വലിയ അത്ഭുതം കൂടാനുള്ള കാര്യമൊന്നുമില്ല. അല്ല, അത്ഭുതമൊന്നുമല്ല. ഞാൻ പറഞ്ഞ അപ്പോൾ ഈ മുഖ്യമന്ത്രി ഇവിടെ പറയുന്നത് എന്താ, സിനിമാ മേഖലയിൽ മാത്രമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അത് തെറ്റാണ്. സിനിമാ മേഖലയിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു പോയ ചില ദുഷ്പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ദുഷ്പ്രവണതകളെ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ആരോപണത്തിൻ്റെ കുന്തവന നീളുന്ന ഒരു മന്ത്രിയിലേക്കാണ്. ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് 15 അംഗ ഒരു മാഫിയ എന്ന് പറയുന്നത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് 15 പേരാണ്. ഈ 15 പേർ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. വാസ്തവം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ സിനുജിയുടെ ഒരു ആർഗ്യുമെന്റിനോട് എനിക്ക് വിത്ത് റെസ്പെക്ട് ഞാൻ എതിർപ്പറിയിക്കുകയാണ്. സിനിമാ മേഖല മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നിലപാടിനോടാണ് എനിക്ക് യോജിക്കാൻ കഴിയുന്നത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, സിനിമാ മേഖലയിൽ ഇത് കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവുകയും താരങ്ങൾക്കൊപ്പവും പ്രൊഡ്യൂസർമാർക്കൊപ്പവും സംവിധായകർക്കൊപ്പവും കിടക്ക പങ്കിടാൻ തയ്യാറാകുകയും ചെയ്യുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അതിലൂടെ പബ്ലിസിറ്റിയും പണവും വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഒരു മേഖലയിൽ ഇത് കൂടുതലാണ്. നോക്കൂ, പല മേഖലകൾ എടുക്കും. ആശുപത്രി എടുക്കും. ഒരു ആശുപത്രി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു രീതി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലുകളിലും ഇത് നടക്കുന്നുണ്ട്. പല പ്രമുഖ ഡോക്ടർമാരുടെയും ഇഷ്ടം നേടിപ്പറ്റാൻ വേണ്ടി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്ന മറ്റ് ജീവനക്കാർ ഹോസ്പിറ്റൽ മേഖലയിലുണ്ട്. ചൂഷണം ചെയ്യപ്പെടുന്നവരുണ്ട്. സുന്ദരിമായ നഴ്സുമാർ വരുമ്പോൾ വളയ്ക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാരും മറ്റുള്ള ഉദ്യോഗസ്ഥരുമുള്ള ഹോസ്പിറ്റലുകളുണ്ട്. ചാനലുകളില്ലേ, എത്രയോ ചാനലുകളിലെ മീറ്റു ആരോപണങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. മലയാളത്തിലെന്നല്ല, ഇന്ത്യ മുഴുവൻ എടുത്ത് പരിശോധിക്കൂ. എത്രയോ പ്രമുഖരായ വന്നിരുന്ന സദാചാരം വിളമ്പുന്ന പല അവതാരകരുടെയും പല മാധ്യമപ്രവർത്തകരുടെയും പിന്നാമ്പുറ കഥകൾ കേട്ടാൽ ചിലപ്പോൾ ചെവി പൊത്തിപ്പിടിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് പല കഥകൾ. അപ്പോൾ രാഷ്ട്രീയത്തിൽ അവസരങ്ങൾ ലഭിക്കാൻ, സീറ്റ് ലഭിക്കാൻ, കൂടുതൽ സ്ഥാനമാനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്ന നേതാക്കന്മാരില്ലേ, അവരെ ചൂഷണം ചെയ്യുന്നവരില്ലേ, വളർന്നു വരുന്ന നേതാക്കന്മാരോട് ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നില്ല. അപ്പോൾ പണം ലഭിക്കുന്ന വലിയ സാധ്യതകൾ തുറന്നു കിട്ടുന്ന മേഖലകളിലെല്ലാം ഈ ലൈംഗിക ചൂഷണവും ചോദിക്കലും കൊടുക്കലും, ചൂഷണമെന്ന് മാത്രം പറയാൻ പറ്റില്ല, കൊടുക്കലുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കുറേ പേരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ പല ആളുകളും പറയുന്നത് ഇതിന് തയ്യാറായി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, അമ്മമാർ പോലും പറയുന്നത് തെറ്റില്ല, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തെറ്റില്ല, മക്കളുടെ അവസരങ്ങൾക്ക് വേണ്ടി മടിക്കുത്തഴിച്ചു കൊടുക്കാൻ തയ്യാറായ അമ്മമാർ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. എല്ലാവരെയും അല്ല എന്ന് ഹേമ കമ്മീഷൻ പറയുമ്പോഴും നല്ല രീതിയിൽ വന്ന നടിമാരുണ്ട്. പക്ഷേ ഈ നല്ല രീതിയിൽ നിൽക്കുന്ന നടന്മാരുടെയും നടിമാരുടെയും ഭൂതകാല ചരിത്രം എടുത്താൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പുഴുക്കുത്തലുണ്ടാവും. അപ്പോൾ എല്ലാ മേഖലയിലും ഇതുണ്ട്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ വന്നതുപോലെ മറ്റ് മേഖലകളിലും പല കമ്മിറ്റികളെ വെച്ച് ഇത് അന്വേഷിക്കപ്പെട്ടാൽ ഇപ്പോൾ വന്നിരുന്നതിനെതിരെ പ്രസംഗിക്കുകയും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് എടുത്ത പല ആളുകളുടെയും മൂടുപടം അഴിഞ്ഞു വീഴുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്ത വിഷയത്തിലേക്ക് വരുന്നു. ഒരു മന്ത്രിക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃത്യമായി മലയാള സിനിമയിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയ ഒരു നടനെ സീരിയലിൽ നിന്നും വിലക്കാൻ തയ്യാറായി ഒരു സീരിയൽ താരങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ്. അന്നും അതിൻ്റെ പ്രസിഡന്റ് ആരാ, ഇന്നും അതിൻ്റെ പ്രസിഡന്റ് ആരാ, മന്ത്രിയുടെ പേര് പറയാൻ ആരും മടിക്കാൻ വേണ്ട. അയാളുടെ പേര് കെ ബി ഗണേഷ് കുമാർ എന്നാണ്. നോക്കൂ, കെ ബി ഗണേഷ് കുമാർ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്, അമ്മയുടെ തലപ്പത്തിരുന്ന ആളാണ്. ഈ പറയപ്പെടുന്ന 15 അംഗ സംഘത്തിൽ ഒരാൾ കെ ബി ഗണേഷ് കുമാർ എന്ന് പലരും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമിയിൽ വന്ന ചർച്ചയിൽ കൃത്യമായി അവർ പറയുന്നു അതൊരു നായർ ബെൽറ്റാണെന്ന്.
തിലകൻ്റെ മകൾ തന്നെയാണ് ആരോപിക്കുന്നത്. ഒരു നായർ ബെൽറ്റ്, നായന്മാരായ സിനിമാ പ്രവർത്തകർ നേതൃത്വം നൽകുന്ന നായർ ബെൽറ്റ്, മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ ആ നായർ ഗ്യാങ് ഉണ്ടായിരുന്നു. ആ നായർ ഗ്യാങ് ഉണ്ടായിരുന്നത് ഒരു സമയത്താണ്. ഇപ്പോൾ അത് അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിപ്പോൾ പുതിയ മട്ടാഞ്ചേരി മാഫിയ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. മട്ടാഞ്ചേരി മാഫിയ പിന്നീട് ഇപ്പോൾ തലപൊക്കി വന്നു. അപ്പോൾ നായർ ഗ്യാങ് അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച സിനിമയുടെ ഒരു കേരളത്തിൻ്റെ സിനിമാ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്ന സമയത്താണ് ഈ നായർ ബെൽറ്റിന് കൂടുതൽ ഒരു എന്താ പറയുക ഒരു ശക്തി ഉണ്ടായിരുന്നത്. കൊച്ചിയിലേക്ക് മാറിയ സമയത്താണ് ഇത് മട്ടാഞ്ചേരി മാഫിയയിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒന്നാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ 4.5 വർഷം കൊണ്ട് സിനിമകൾ ഒരുപാട് മാറി. ഇപ്പോൾ ഈ പറയപ്പെടുന്ന പോലെ ചെറിയ ബഡ്ജറ്റിൽ നല്ല കലാമൂല്യമുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ നല്ല സിനിമകൾ പുറത്തു വരുന്നു. മലയാളത്തിൽ നിന്ന് എത്രയോ പുതിയ സിനിമകൾ പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് നായികമാരോ ഒന്നുമില്ലാത്ത വനിതാ കഥാപാത്രങ്ങൾ വളരെ കുറച്ചുള്ള സിനിമകൾ വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ യുവതലമുറ, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന യുവതലമുറ കൂടുതലായി അവർ കലാമൂല്യമുള്ള സിനിമകൾ, സാമ്പത്തിക ലാഭമുള്ള സിനിമകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അണിയറ പ്രവർത്തകർ അങ്ങനെയുള്ളവരാണ്. അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നോക്കൂ, ഈ ഇടക്കാലത്ത് വെച്ച് ഇവിടെ വന്ന ചർച്ചയാണ് സിനിമയിൽ വനിതാ പ്രാതിനിധ്യം കുറയുന്നു. ഈ പെണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇവർക്കൊരു 4 കഥാപാത്രത്തെ എഴുതിയ സ്ക്രിപ്റ്റ് തിരികെ കയറ്റാൻ യാതൊരു വിധമായ മടിയും വേണ്ട. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊക്കെ മാറി. ഇത് ഒരു സമയത്തെ ഏതാണ്ട് ഞങ്ങളെന്തൊക്കെയോ മാടമ്പിമാരാണ് എന്ന് ചിന്തിച്ച് നടന്ന 10-15 പേരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും വേണ്ടെന്നേ. ഇത് ഇൻഡസ്ട്രിയിൽ പണ്ട് മുതലേ ഉള്ള ചർച്ചയാണ്. ആരൊക്കെയാണ് ആ താരങ്ങളെന്നുള്ളത് കൃത്യമായിട്ടറിയാം. ഈ നായർ ബെൽറ്റ് എന്ന് പറയുമ്പോഴേ അറിയാം. ഈ പേര് പറയുന്ന കെ വി ഗണേഷ് കുമാർ പത്തനാപുരത്ത് മത്സരിച്ചപ്പോൾ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയായിട്ട് പി വി ജഗദീഷ് കുമാർ മറ്റൊരു നായര, ജാതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറയാം. പി വി ജഗദീഷ് കുമാർ മറ്റൊരു നായര, ഭീമൻ രഘു മറ്റൊരു നായര. ഈ 3 നായന്മാരും കൂടെ സിനിമാ കളം പിടിച്ച് അവിടെ ഒന്ന് മത്സരിച്ചു. ഗണേഷ് കുമാർ അതുവരെ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഒന്നുമല്ലാതിരുന്നൊരു ഗണേഷ് കുമാറിനെ ഈ പറയപ്പെടുന്ന ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ്റെ മകനായതുകൊണ്ട് മാത്രം നോക്കൂ, ക്രൈം മാഗസിനിലൊക്കെ സ്ഥിരമായിട്ട് ഗണേഷ് കുമാറിനെതിരെ വന്ന മാസികകൾ അന്ന് DYFIക്കാർ കൊണ്ടുവന്നിട്ട് പത്തനാപുരത്ത് ഓരോ വീടുകളിലും വിതറി ഗണേഷ് കുമാറിൻ്റെ വിലാസ കഥകൾ. അന്നത്തെ അവിടുത്തെ പാവപ്പിടിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ KSUക്കാരൻ്റെ പണിയും തോരുന്നറിയാമോ? രാത്രി കാത്തിരിക്കും, രാവിലെ കാത്തിരിക്കും, DYFIക്കാർ ഇതിട്ടിട്ട് പോകും, മതിലാടി അതെടുത്തോണ്ട് പോകും. അങ്ങനെ UDF ജയിപ്പിച്ചെടുത്ത കെ വി ഗണേഷ് കുമാർ ഈ സോളാർ വിഷയവും അതും ഇതുമൊക്കെ വന്ന സമയത്ത് അവർ അച്ഛനും മോനും തമ്മിൽ ഉടക്കുണ്ടാക്കി ഉമ്മൻചാണ്ടിയായിട്ട് തെറ്റി UDF നിന്ന് LDF പോയി. LDFിൻ്റെ സ്ഥാനാർത്ഥിയായ സമയത്ത് പി വി ജഗദീഷ് കുമാർ എന്ന് പറയുന്ന റിട്ടയർഡ് പ്രൊഫസറെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജഗദീഷിനെ കൊണ്ട് അവിടെ മത്സരിപ്പിച്ചപ്പോൾ ഇതേ നായർ ബെൽറ്റിൻ്റെ തലവന്മാർ അവിടെ വന്നിട്ട് വോട്ട് പിടിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. സൂപ്രധാനം മോഹൻലാലും പ്രിയദർശനും നേരിട്ട് പത്തനാപുരത്ത് വന്നു. അന്ന് ജഗദീഷ് കരഞ്ഞു ക്യാമറ കണ്ണുകളി. അന്ന് ഭീമൻ്റെ പറഞ്ഞിട്ട് ആരോ വരട്ടെ ഞാനേ ജയിക്കുമെന്ന് ഭീമനെ കുറഞ്ഞു. കാരണം ഭീമനെ ഒന്നും നഷ്ടപ്പെടാനില്ല, തോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കുന്നത്. ജഗദീഷ് ഭയങ്കര പ്രതീക്ഷയിലാണ് വന്ന് മത്സരിക്കുന്നത്. അപ്പോൾ ഈ നായർ ബെൽറ്റ് എല്ലാ കാര്യത്തും ഉണ്ട്. സിനിമയിൽ മാത്രമല്ല, അവരുടെ മറ്റുള്ള ഇടപാടുകളിലെല്ലാം സഹായിക്കാൻ അവരവിടെയുണ്ട്. അത് നായർ സ്നേഹമാണെങ്കിൽ 3 നായന്മാർ മത്സരിക്കുന്നിടത്ത് വന്നിട്ട് ബാക്കിയുള്ള നായന്മാർ വോട്ട് പിടിക്കും? പിടിക്കത്തില്ല. അത് നായർ സ്നേഹമൊന്നുമല്ല, അത് ചില പല ബന്ധങ്ങളുടെ. അതിന് അന്ന് മോഹൻലാൽ പറഞ്ഞു, ഞാൻ ആദ്യമായി ഒരു ആനയെ തൊടുന്നത് ഗണേശൻ്റെ വീട്ടിലാണ്, കീഴൂട്ട് തറവാട്ടിൽ ആനകളുണ്ടായിരുന്നു എന്നാണ് മോഹൻലാൽ എന്ന് പ്രസംഗിച്ചത്. ആനയോടുള്ള സ്നേഹമൊന്നും അല്ല അത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. പല ഇടപാടുകൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ പേരിലന്ന് ഈ ആനക്കൊമ്പ് കേസ് വന്നു. ആ സമയത്ത് വനംവകുപ്പ് മന്ത്രി ആരാ, അല്ലെങ്കിൽ പിന്നീട് വനംവകുപ്പ് മന്ത്രി ആയതാരാ? കെ വി ഗണേഷ് കുമാർ. ഇത്തരത്തിലുള്ള പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും ഇവരെല്ലാം കുടപിടിച്ചു കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇവരെന്ന ആരോപണങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല. നോക്കൂ, മഹാനടനായിട്ടുള്ള തിലകൻ്റെ തന്തയ്ക്ക് വിളിച്ചു എന്നാണ് വിനയൻ പറഞ്ഞത്. വിനയൻ വെറുതെ ഒന്നും പറയത്തില്ല. ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ട് വിനയന് ഇപ്പോൾ മോഹൻലാലുമായിട്ട് ചേർന്ന് സിനിമ ചെയ്യാൻ പോകാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനയനാണ്. ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടുകയാണ്. അത് ഇൻഡസ്ട്രിയോടുള്ള തിലകനോടുള്ള ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. തിലകൻ്റെ മകൾ തന്നെ വന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലയിൽ മാത്രമല്ല, ഇപ്പോൾ മലയാള സിനിമയിലെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, മലയാള സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ആളുകളുടെ മുമ്പിൽ ഒരു ആഡംബരം കാണിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെല്ലാം ആകർഷിക്കപ്പെടുന്ന ഒരു മേഖല, അതാണ് സിനിമ ഇൻഡസ്ട്രി. ഇപ്പോൾ നേരത്തെ രോധ് പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ചൂഷണങ്ങളുണ്ട്. എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള കമ്മിറ്റികളൊക്കെ പുറത്തേക്ക് വന്നാൽ, അവർ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ പരാതികളൊക്കെ പുറത്തേക്ക് വന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തറിയും. ഇവിടെ നമുക്ക് കാണാനും കേൾക്കാനും മലയാളിക്ക് ആകാംക്ഷയുള്ളത്, താല്പര്യമുള്ളത് മലയാള സിനിമയിൽ എന്ത് നടക്കുന്നു, ഈ മലയാള സിനിമയിൽ ആരൊക്കെ ചൂഷണത്തിന് മുൻപിൽ നിൽക്കുന്നു, അവരുടെ പേര് എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറയുന്ന മലയാളികളുടെ ഒരു വല്ലാത്ത മാനസികത. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളൊക്കെ നിറം മങ്ങിയ കാഴ്ചകളാണ്. അതൊക്കെ കഴിഞ്ഞു. ആ കാലഘട്ടം മലയാള സിനിമ കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ സിനിമാ പ്രവർത്തനെ വിളിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്തോന്ന് ഹേമ കമ്മിറ്റി വെച്ചിട്ട് പോലെ രാവിലെ ഷൂട്ടിന് പോകുമ്പോൾ അവന്മാർ അതൊക്കെ കിടന്ന് പറയും, ഞങ്ങളുടെ സെറ്റിൽ പെണ്ണുമില്ല, പെണ്ണുപിടുത്തവും ഇല്ല, ഇവിടെ ആണും പെണ്ണും വ്യത്യാസമില്ല, ഒരുമിച്ച് ചിലപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യും, ഒരുമിച്ച് ഫുഡ് കഴിക്കും, ചിലപ്പോൾ ഒരു റൂം ഷെയർ ചെയ്ത്. ആ കാലഘട്ടം മാറി. ഇപ്പോഴത്തെ ട്രെൻഡ് 4.5 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല. ഇപ്പോൾ കോളേജിൽ പഠിക്കാൻ വരുന്ന പിള്ളേരും റൂം എടുക്കുന്നത് ആണും പെണ്ണും ചേർന്നിട്ടാ, ജോലിക്ക് വന്ന ആണും പെണ്ണും ചേർന്നിട്ടാ.
ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ കഥകിനെയൊന്നും മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കിട്ടാനുള്ളത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 4 വർഷം മുമ്പ് എന്തിനാണ് ഈ 4 വർഷക്കാലം പിടിച്ചു വെച്ചതെന്നുള്ള ഒരു വലിയ ചോദ്യം. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നേരാ ഇടതുപക്ഷ സർക്കാരാ. ആ ഇടതുപക്ഷ സർക്കാരിന്റെ പിന്നെ ഏറ്റവും വലിയ ഇടതു മുന്നണിയിൽ എടുത്ത ഘടകകക്ഷിയുടെ നേതാവായി പറയപ്പെടുന്ന KV ഗണേഷ് കുമാർ MLA ആയിട്ട് ഇരുന്നു 5 വർഷം. എന്താ മന്ത്രിസ്ഥാനം കൊടുക്കാഞ്ഞേ? പെങ്ങൾ കൊണ്ടുപോയി കൊടുത്ത കേസിന്റെ പേരില്ല, വീട്ടിൽ നടന്ന കുടുംബ തർക്കത്തിന്റെ പേരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അവരുടെ ഭരണപക്ഷത്തിരിക്കുന്ന MLA അടക്കമുള്ളവരും അയാളുടെ കൂട്ടുകാരും ഈ പറയപ്പെടുന്ന CPM-നോട് വലിയ താങ്ങിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളുകൾ റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചില്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഇവരുടെ പേരിലാണ് എന്നറിയാമെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വിടുവോ? പുറത്തു വിടത്തില്ല. പല ആളുകൾക്കും പനി വന്നതുകൊണ്ടാണ് പറയുന്നത്, നമുക്കറിയത്തില്ല. അല്ല, ഇനിയുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ CPM-ന്റെ കയ്യിലാണ് ഈ റിപ്പോർട്ടുള്ളത്. ഈ CPM ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഈ കൃത്യമായി നടന്മാരെ നടികളെ തങ്ങളുടെ കൈകളിൽ വെച്ചിട്ട് അവർ അമ്മാനം പാടില്ലേ? എന്തിന്? അതൊന്നുമില്ല. അവരെ ഒന്നും തൊടാനുള്ള ധൈര്യമൊന്നും ഇവിടുത്തെ ഒരു CPM-കാരനും ഇല്ല, കോൺഗ്രസ്സുകാരനും ഇല്ല. അതൊന്നും ഇല്ലെന്നേ, അതൊക്കെ ചുമ്മാതാ. CPM-ന്റെ കയ്യിലല്ല റിപ്പോർട്ട്. സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഇത് പണ്ടേ കിട്ടേണ്ടവൻ കിട്ടി. ഇവിടെ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരുത്തം വിചാരിച്ചാൽ സാംസ്കാരിക വകുപ്പിൽ ഇരിക്കുന്ന റിപ്പോർട്ടിന് പകർപ്പെടുവാനാണ് പാട്. അതുകൊണ്ടാണ് ഇവർക്ക് പേടിയില്ലാത്ത. സിദ്ദിഖൊക്കെ വളരെ രാഘവത്തോടെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഷോ നടത്തുന്ന തിരക്കില്ലാന്ന് പറഞ്ഞല്ലോ. അവർക്ക് അത്രേ ഉള്ളൂ. ആ പാവപ്പിടിച്ച പിന്നെ നമ്മുടെ ഷൈൻ ടോൺ ചാക്ക എല്ലാവരും കൂടി എടുത്തിട്ടുണ്ട്. ഷൈൻ ടോൺ ചാക്ക പറഞ്ഞതൊക്കെ കറക്റ്റാ. പുള്ളി പറഞ്ഞതൊക്കെ കറക്റ്റാ. പുള്ളി ചുമ്മാതെ ആളുകൾ വന്നിരുന്ന് എന്തൊക്കെയോ പറയാം. പുള്ളി രണ്ടെണ്ണം അടിച്ചിട്ടിരുന്നപ്പോഴും കണ്ടാ ചെന്ന് ചോദിച്ചേ, ആ സമയത്ത് മൈക്ക് നീട്ടരുതായിരുന്നു നിങ്ങൾ. പുള്ളി ഇതൊന്നും പറയുന്നത് വേണ്ട. ഇപ്പോഴത്തെ യുവ തലമുറയെ സംബന്ധിച്ചത് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ. സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് വളരെ തമാശയോട് പറയുന്നെങ്കിലും സംഭവിച്ചത് വളരെ വലിയ തെറ്റായ കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ തലമുറയുടെ ട്രെൻഡ് മാറി. ഈ 4.5 വർഷം കൊണ്ട് രീതികളേ മാറി. ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും കാര്യങ്ങളും വരുന്നു. ഇത് പഠിക്കാൻ വേണ്ടി റിപ്പോർട്ട് വെക്കുന്നു. എന്നാലും സജി ചെറിയാൻ പറയുന്ന കേട്ടു, അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തായിരുന്നു ഇത് മൊത്തത്തിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. പാമ്പിടിച്ചവനൊക്കെ സിനിമ ചെയ്തിട്ട് കുറേ കാലമായി. ലെജൻഡാണ്, സമ്മതിക്കും, ലെജൻഡാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പിള്ളേരെ വിളിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. എന്താ മാറ്റം വേണ്ടതെന്ന് അവരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരുമെന്നേ. ക്രിയാത്മകമായി ഇപ്പോൾ മലയാള സിനിമ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. മലയാള സിനിമയുടെ ഒരു വളർച്ച. പണ്ടൊരു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മാത്രം പേര് സംസാരിച്ചുകൊണ്ടിരുന്ന മലയാള സിനിമ ഇന്ന് താരങ്ങളുടെ പേരിലല്ല, സംവിധായകരുടെ പേരിലേക്ക്, തിരക്കഥാകൃത്തുക്കളുടെ പേരിലേക്ക്, പ്രൊഡക്ഷൻ ഹൗസുകളുടെ പേരിലേക്ക് ചർച്ച വഴിമാറ്റി മലയാള സിനിമ വളർന്ന് പന്തലിച്ച് 5 കോടിക്കും 10 കോടിക്കും പടം എടുത്തിട്ട് 100-150 കോടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ ഈ പണ്ടത്തെ നായർ മാടമ്പിമാരുടെ കഥയും ജാതി വ്യവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പോയെന്നേ. ഇപ്പോൾ ജാതിവാലുള്ളൊരു സംവിധായകൻ്റെ പേര് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ജാതിവാലുണ്ടായിരുന്ന ആളുകൾ അത് വെട്ടിമാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് ചേർത്തിട്ട് സിനിമ ചെയ്യുന്ന കാലഘട്ടമാണ്. ജാതി ഒന്നുമല്ല. ഈ 15 അംഗ പവർ കമ്മിറ്റി ആരാന്ന് എല്ലാവർക്കും അറിയാം. ഇതൊന്നും വരണ്ട. ഇത് പണ്ട് തൊട്ടേ ഇൻഡസ്ട്രിയിലുള്ള ചർച്ചയാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സകല ഇൻഡസ്ട്രികളിലും ഈ പറയപ്പെടുന്ന കളി ചോദിക്കലും കൊടുപ്പും ഒക്കെ നടക്കുന്നുണ്ട്. അത് വളരെ വലിയ തെറ്റാണ്. താല്പര്യമില്ലാത്ത ഒരാളോട് ഇത് ചോദിക്കുന്നില്ല. ലിവിങ് ടുഗദർ ഈ നാട്ടിൽ നിയമവിരുദ്ധമാണോ? അല്ല. നിയമം അനുവദിച്ച് കൊടുക്കുന്നില്ലേ? ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം അംഗീകരിച്ച് കൊടുക്കുന്നില്ലേ? സമ്മതമില്ലാത്ത ഒരാളോട് കളി ചോദിക്കുന്നത് ഒരു പക്ഷേ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് അയാൾക്ക് താല്പര്യമാണെങ്കിൽ അത് തെറ്റാവാകാതിരിക്കുകയും താല്പര്യമില്ലെങ്കിൽ അത് തെറ്റാവുകയും ചെയ്യും. ഒരു വട്ടം ചോദിക്കുന്നു, വീണ്ടും ചോദിച്ചത് ശല്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും പരാതി കൊടുക്കണം. കാരണം കൂട്ടി നോക്കി പുകച്ചാത്തിരുന്ന പ്രശ്നമുള്ളൂ, പിന്നെ ചോദിക്കത്തില്ല. അതിനുള്ള സർക്കാർ ഇപ്പോൾ കോൺക്ലേവ് ഒക്കെ സംഘടിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ. ഈ കോൺക്ലേവിൽ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ശാരദ അമ്മയും അടൂർ ഗോപാലകൃഷ്ണനെയൊക്കെ അല്ലേ വിളിച്ചിരുന്ന. അത്രേ ഉള്ളൂ. ഈ വന്നത്തെ കാലത്തെ പുതിയ ഈ പറയുന്ന പേരുകാരൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി. ഇപ്പോൾ രേവതിക്ക് സിനിമകൾ വളരെ കുരുക്കമാണ്. മഞ്ജു വാര്യർക്ക് പോലും നല്ല സിനിമകൾ ഇറങ്ങാത്തൊരു കാലഘട്ടമാണ്. പിന്നെ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഇങ്ങനെ കുറേ ആരാധക വൃന്ദമൊക്കെ ഉള്ളതുകൊണ്ട് എന്തിനാ ദിലീപിന് പോലും നല്ലൊരു പടം വരാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് തൊട്ട് താഴോട്ടുള്ള തലമുറയുണ്ട്. അവരെയൊക്കെ വിളിച്ചെടുത്ത് കോൺക്ലേവ് നടത്തുക. ഇപ്പോഴത്തെ സിനിമ നന്നാക്കണമെങ്കിൽ അവർ ഈ പറയപ്പെടുന്ന ഈ ഇന്നലെ വേറൊരു നടനോട് ഹേമ റിപ്പോർട്ട് വന്നെന്ന് അറിഞ്ഞത് എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്ത് പറയാനാണെന്ന് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. അവർ പുതിയ തലമുറ നല്ല രീതിയിൽ സിനിമ ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ അവരുടെ വഴിക്ക് വിട്ടേക്കൂ. ഈ പഴയ കാട്ടിക്കൂട്ടിയ അണ്ണന്മാർ കുറേ ഉണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പേരുകാർ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്, പരാതി കിട്ടിയ കേസ് എടുക്കാതെ. ഈ മൊഴി കൊടുത്ത പെണ്ണുങ്ങളുണ്ടല്ലോ, പരാതി കൊടുക്കണമാരുടെയൊക്കെ പേരിൽ വീട്ടിലിരിക്കണം, അതാ വേണ്ടുന്നത്. പിന്നെ ഇത് കൊടുക്കുമ്പോൾ ഇതിന് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേര് സിനിമാ ലോകത്തെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് പോലെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ളവരും വരണം. ഈ ചാനലുകളിൽ ജോലി ചെയ്യുന്നവരും ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരും അങ്ങനെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതങ്ങോട്ട് പരാതി കൊടുക്കണം. സകലം അങ്ങോട്ട് ഉടച്ച് വാർക്കട്ടെന്നേ. ഇത് ഈ ഒരു സംവിധാനമേ ഇവിടെ നശിക്കട്ടെ. സ്ത്രീകൾ സുരക്ഷിതരായി ശക്തരായി തെരുവുകളിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടം വരട്ടെ. നമുക്ക് കാത്തിരിക്കാം.